അതെ, നിങ്ങൾക്കുണ്ടാകാറുണ്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥ? രാവിലെ എഴുന്നേറ്റ് ആ കിളി പോയൊരവസ്ഥയിൽ ഇരിക്കുകയാണ് കേട്ടോ. വേറൊന്നുമല്ല, ഇന്ന് രാവിലെ എഴുന്നേറ്റതും ചെയ്തു തീർക്കാൻ ഒരുപാട് പണികളുണ്ട്. അതിലൊരു മെയിൻ പരിപാടി എന്ന് പറയുന്നത് കേതിൻ്റെ സ്കൂളിൽ ഇന്നൊരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഉണ്ട് കേട്ടോ. അവിടെ സർക്കുലറിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്ന കുട്ടികൾ അലൗഡ് അല്ലാന്ന്. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. ഇന്നാണെങ്കിൽ കേതിൻ്റെ ബുക്കും കിട്ടും. അങ്ങനെ കേതൻ ഈ വർഷം പുതിയ സ്കൂളിലേക്ക് ചേരുകയാണ്. കേതൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കേതൻ്റെ ബിഗ് സ്കൂൾ. എന്താണെങ്കിലും ബുക്ക് വാങ്ങിക്കാൻ വന്ന വഴി കേതൻ്റെ ക്ലാസ് റൂമൊക്കെ കണ്ടു. ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും എൻ്റെ LKG കാലമൊക്കെ ഞാൻ ഓർത്തുപോയി. വല്ലാതെ അങ്ങ് മിസ് ചെയ്ത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒന്നും കൂടെ LKGയിലൊക്കെ വന്നിരുന്ന് പഠിച്ചാൽ എന്തെന്ന് ഒരു ആലോചിച്ചു. ഇത്രയും ക്യൂട്ടായിട്ടാണ് കേട്ടോ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും ക്ലാസ് റൂമൊക്കെ കണ്ടതിന് ശേഷം ഞാൻ എന്താ ബുക്ക് വാങ്ങിച്ച് നേരെ ഇറങ്ങി. കേതൻ ഈ വർഷം ജോയിൻ ചെയ്യുന്നത് NPSലാണ് കേട്ടോ, നാഷണൽ പബ്ലിക് സ്കൂൾ. എന്താണെങ്കിലും ഇതാ കേതൻ്റെ സ്കൂൾ ഇതാണ്. അങ്ങനെ നമ്മൾ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ വീട്ടിലേക്ക് എത്തുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും മേല. അമ്മാതിരി വീട്ടിൽ പണിയുണ്ട്. രാവിലെ അപ്പവും ഗ്രീൻ പീസൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇറങ്ങിയെങ്കിലും ഞാൻ ഒരു വഹ കഴിച്ചിട്ടില്ല കേട്ടോ. എന്താണെങ്കിലും ഇനി 1 വീക്കും കൂടെ ഉണ്ട് കേതിന് സ്കൂൾ ഓർക്കാം. പക്ഷേ എല്ലാം എന്താണ് നേരത്തെ സെറ്റ് ചെയ്ത് വെക്കുന്നതെന്ന് ചോദിച്ചാൽ ഇന്ന് ഞങ്ങൾ നാട്ടിലേക്ക് പോകാൻ കേട്ടോ. ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്താണെങ്കിലും നാട്ടിലേക്ക് പോകുമ്പോൾ എന്തിനാണ് ഈ ഒരു സ്റ്റിച്ചിങ് സെൻറ്റർ വന്നതെന്ന് ചോദിച്ചാൽ അത് എല്ലാം ലാസ്റ്റ് മിനിറ്റ് ചെയ്യുന്നൊരു പരിപാടി എനിക്കുള്ളത് കൊണ്ട് തന്നെ എനിക്ക് സ്റ്റിച്ചിങ്ങിന് കൊടുത്ത സാധനങ്ങളൊക്കെ ഇന്ന് വാങ്ങിച്ചിട്ട് പോകണം. എന്താണ് പരിപാടി എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ചെക്കൻ്റെ കല്യാണമാണ് കേട്ടോ. May 31 കല്യാണം. അങ്ങനെ നമ്മൾ നേരത്തെ കല്യാണത്തിന് പോവാണ്. ആറ്റുകാൽ കേട്ടോ കല്യാണം. അങ്ങനെ കല്യാണം കഴിഞ്ഞ് കേതിന് സ്കൂൾ ഉറക്കുന്ന ദിവസമാണ് ഞാൻ എത്തുന്നത്. അതുകൊണ്ടാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. എല്ലാണെങ്കിലും എന്താ സമയം 4:30 ആയിട്ടുണ്ട്. നമുക്ക് 8:30ക്കാണ് ട്രെയിൻ. അങ്ങനത്തെ നമ്മൾ സാരിയും ബ്ലൗസും എല്ലാം വാങ്ങിച്ചു. എന്താണെങ്കിലും നല്ല രീതിയിൽ വിശപ്പായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ജ്യൂസൊക്കെയാണ് ഇന്നാകെ ഞാൻ കുടിച്ചത്. അങ്ങനെ ജ്യൂസും കുടിച്ച് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് കേട്ടോ. എന്താണെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ ആസ് യൂഷ്വൽ ഉള്ള പോലെ തന്നെ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അങ്ങനെ ട്രാഫിക്കൊക്കെ താണ്ടി നമ്മൾ ഇവിടെ എത്തി. നല്ല മഴയുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമുക്ക് ഏറ്റവും അധികം പണി കിട്ടിയത് ഇവിടെ എത്തിയപ്പോഴാണ് കേട്ടോ. സാധാരണ കൊച്ചുവേളിക്ക് ബുക്ക് ചെയ്യുന്നത് ഞങ്ങൾ ഇത്തവണ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഐലൻഡ് ബുക്ക് ചെയ്തതാണ്. ഈ വരുന്നത് ഞങ്ങളുടെ ട്രെയിനാണെന്ന് വിചാരിക്കും. അല്ല, വേറൊരു ട്രെയിനാണ് കേട്ടോ. എന്താണെങ്കിലും 8:30ക്ക് വരേണ്ട ഐലൻഡ് ഇതാ നമ്മൾ നോക്കി 9:10 ആയിട്ടും ഇതുവരെ എത്തിയിട്ടില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടായിരുന്നു ഇറങ്ങിയതെങ്കിലും എന്താ ചെറുതായിട്ട് വിശപ്പൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ വെയിറ്റ് ചെയ്ത് 9:30 ആയപ്പോഴത്തേക്കും നമ്മുടെ ട്രെയിൻ പതുക്കെ ഇങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്താണെങ്കിലും വീട്ടിൽ നിന്ന് കഴിച്ചുകൊണ്ട് വന്നതെല്ലാം ആവിയായി പോയതുകൊണ്ട് തന്നെ എന്തെങ്കിലും വിശപ്പിന് കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചു ഓരോ ചിപ്സൊക്കെ വാങ്ങിച്ച് കഴിച്ചു. തൽക്കാലത്തേക്ക് വിശപ്പിന് ഒരു ആശ്വാസമായിട്ടുണ്ട്. അങ്ങനെ ഇതാക്കി ഇതിന് ഡ്രസ്സൊക്കെ മാറ്റി നൈറ്റ് ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് നമ്മൾ കിടക്കുക. എന്താണെങ്കിലും ട്രെയിൻ കാത്തിരുന്ന് ഞങ്ങളുടെ എനർജിയൊക്കെ ലോസായി. ഇനിയിപ്പോൾ എന്തായാലും നല്ലൊരു ഉറക്കം ഉറങ്ങണം. ഇനിയിപ്പോൾ നാളെ ട്രിവാൻഡ്രത്ത് എന്നിട്ട് കാണും. അപ്പോൾ അത്രയുള്ള ഗൈസ്, എല്ലാവർക്കും ബൈ.